ഗുഡ് മോർണിംഗ് ഗായ്സ്. നമ്മുടെ ഡേ 2 നമ്മൾ ജസ്റ്റ് എണീറ്റിട്ടൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ഹോട്ടലിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് താഴെ പോയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഇവിടുത്തെ കോസ്റ്റ ബ്രാവ എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. ഇപ്പോൾ ഗൈസ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കാണ്. നമ്മുടെ ബൊഫേക്ക് ഉണ്ടായിരുന്ന ഐറ്റംസാണ്. എന്തൊക്കെയാ അൽവിനെ? ഓറഞ്ച് ജ്യൂസ്, ക്രോയിസന്റ്, ഓംലെറ്റ്, മഷ്റൂം, ഹാം, പിന്നെന്താ പഴംപൊരി, ഇതാണോ ഫ്രൂട്ട്സിൻ്റെ എല്ലാ സാധനവും ഉണ്ട്. ഇനി കുറേ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല, ബാക്കിയുള്ളത് ഇനിയും പോയിട്ട് എടുക്കാം വയറുണ്ടെങ്കിൽ. ഗൈസ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റൂമിൽ പിന്നെയും വന്ന് കിടക്കാണ് ഗൈസ്. വയറൊക്കെ പറഞ്ഞിട്ട് പിന്നെ വയറൊക്കെ ഫുള്ളായിരുന്നില്ലേ? ഫുഡ് എങ്ങനെയുണ്ട്? ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നലെ രാത്രി നമ്മൾ കഴിച്ച ഫുഡ്, എൻ്റെ മക്കളെ ഫുഡ് കഴിച്ച് ഞങ്ങൾ രണ്ടാമത്തെ കോഴ്സ് വന്നിട്ട് അത് പകുതിയാമത്തിന് നമ്മൾക്ക് നല്ല വിശന്നിട്ട് പോയി. പക്ഷെ കഴിക്കാൻ പറ്റാണ്ട് നമ്മളവിടെ പകുതി വെച്ചിട്ട് പോയി. അതായത് ഫുഡ് കഴിച്ച് മടുത്ത് നമ്മൾ റൂമിലേക്ക് പോകുന്നു. പിന്നെ നേരെ വന്നിട്ട് കിടന്നുറങ്ങുക ചെയ്തത്. അതുകൊണ്ട് ഇന്നലെ ഫുഡിനെ പറ്റിയിട്ട് പറയാൻ പറ്റിയില്ല. പക്ഷെ രാവിലത്തെ ഫുഡ് നല്ലതായിരുന്നു. രാവിലത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ ഇവിടെ ബെഡിൽ കിടന്നുകൊണ്ട് നമുക്ക് കോസ്റ്റ ബ്രാവയുടെ കടലുകൾ കാണാം ഗൈസ്. നമ്മുടെ ബെഡ് എന്നുള്ള വ്യൂ. ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് പോലും പോണ്ട. ഇന്ന് അത്ര സണ്ണി അല്ല, ഇന്ന് കുറച്ച് ക്ലൗഡി സിറ്റുവേഷനാണ്. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് പോവാം ഗൈസ്. നമ്മള് ചായ കുടിച്ച് വന്ന് ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് എടുത്തു. പക്ഷെ ഇന്ന് വെയിലുണ്ട് എന്ന് പ്രതീക്ഷിച്ച് വന്ന് നമുക്ക് വെയിലില്ല, പക്ഷെ കാറ്റും ക്ലൗഡി കണ്ടീഷനാണ്. അപ്പൊ പിന്നെ റൂമിൽ കുറച്ച് നേരം കൂടി ഇരുന്ന് ബെയിലീസ് ഐറിഷ് ക്രീം പാൽ ചായ നമുക്ക് കുടിക്കാം. പാൽ ഒഴിച്ച മധുരമുള്ള ചായ. സാധനം കാണാത്തവർക്ക് വെറും പാൽ ചായ കണ്ടോ? വെറും പാൽ ചായയാണിത്. ഊതി കുടിക്ക. ഇന്നലെ മേടിച്ചിട്ട് നമ്മള് രാത്രി കുറച്ചടിച്ചിട്ട് എടുത്തു ഗൈസ്. അതെ, കുറച്ച് ചായ കുടിച്ചിട്ട് നമ്മൾ എടുത്തു. ഈ ചായ കുടിച്ചു കഴിഞ്ഞാൽ അത്ര മത്തില്ല. അപ്പൊ മധുരം ഇച്ചിരി കൂടുതലാണ്. ഈ ചായ യൂറോപ്പിലുള്ളവർക്കൊക്കെ പോപ്പുലർ ആയിട്ടുള്ള സാധനമായിരിക്കും. നാട്ടിലുള്ളവർക്ക് അധികം അറിയാൻ സാധ്യത കുറവാണ്. നല്ല സാധനം. അതെ. അപ്പൊ ഗൈസ് നമ്മളുടെ വ്യൂ ഇതാണ്. ക്ലൗഡി കണ്ടീഷൻ ആയിരുന്നു, വെയിലൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് ചായ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാല് താഴെ പൂളിൽ പോയിട്ട് ചാടാം. പൂളിലൊന്നും ആരും ഇറങ്ങിയിട്ടില്ല. വെയിലില്ല, പക്ഷെ അത്ര തണുപ്പൊന്നും നമ്മുടെ അവിടുത്തെ ജർമ്മനിയിലത്തെ പോലത്തെ തണുപ്പൊന്നുമില്ല. പക്ഷെ വെയിലില്ലാത്തതിന്റെ ഒരു കുഴപ്പമുണ്ട്. അപ്പൊ ഞങ്ങൾ ചായ കുടിച്ച് തീർക്കട്ടെ ഗൈസ്. ഓക്കെ, ഉണ്ടോ പാൽ ചായ അല്ലെ? ആരോഗ്യത്തിന് നല്ലതായ ഐറിഷ് ക്രീം പാൽ ചായ. അപ്പൊ ഗൈസ് നമ്മളുടെ ചായ കുടി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പൂളിൽ ഇറങ്ങി കുളിക്കാന്നുള്ള പരിപാടിയാണ്. തോർത്ത കൊണ്ടൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ട് പുള്ളിൽ പുള്ളി ചില സ്ഥലത്ത് കണ്ടിട്ടില്ലടാ ഈ പൂളിലെ ആൾക്കാർ മൂത്രം വെച്ച് കഴിഞ്ഞാൽ കളർ മാറുന്ന കെമിക്കലൊക്കെ ഉണ്ടെങ്കിൽ സിനിമ നീല കളറും ചുവപ്പ് കളറൊക്കെ വരും. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഹോട്ടലിന്റെ ഔട്ട്ഡോർ സ്പേസ്. അപ്പൊ നമുക്ക് പൂളിലേക്ക് പോകാം ഗൈസ്. ഇന്നത്തെ വെതർ ഇച്ചിരി
ക്ലൗഡിയാണ്, വെയിലൊന്നുമില്ല. അതുകൊണ്ട് ഇതാ പൂളിലൊന്നും ആരും വന്നിട്ടില്ല. അതെ, ഞങ്ങൾ മാത്രം, നമുക്ക് വേണ്ടി മാത്രം പ്രൈവറ്റ് പൂളാണ് ഗൈസ്. ഇതേ സീമ അതാ മേലെ കൂടെ കറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ മാറി വെള്ളത്തിലിറങ്ങാം ഗൈസ്. വെള്ളം ഉണ്ടല്ലോ, തണുത്ത് മരവിച്ച് രണ്ടെണ്ണം വെള്ളത്തിലിറങ്ങാണ്ടിരിക്കുകയാണ്. ആലുവിനൊക്കെ നോക്കി, ആലുവിനെ ചറ പറ്റൂല, നല്ല തണുപ്പാ. കാണണമില്ല, നല്ല തണുപ്പാ. വെള്ളത്തിന് ഭയങ്കര തണുപ്പ്. നമ്മള് കുറച്ചു നേരം കുളിച്ചിട്ട് ഇതാ കരയിലിതാ ഇവിടെ സ്ട്രാൻഡിൽ വന്ന് കിടക്കാണ്. വെയിലില്ലാത്ത കാരണം ഭയങ്കര തണുപ്പാണ് ഗൈസ്. വെയിലില്ലാത്ത കാരണം ഭയങ്കര തണുപ്പാണ് ഗൈസ്. തണുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാല്, വിറച്ച് കിടക്കാണ്. പിന്നെ പൂളിയിൽ ഇറങ്ങിയില്ലെങ്കിൽ നമുക്ക് മുതലാകാണ്ടിരിക്കോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പൂളിയിൽ ഇറങ്ങിയതാണ് അല്ലേ. അറ്റം വരെ നീന്തി പോയി 2 പ്രാവശ്യം ചത്തു. ഈ പൂള് എന്തോല്ലാ, ഇതിക്ക് തോന്നുന്നു 30 അടിക്കണ തോന്നുന്നു. ഇവിടത്തെ ഡെപ്ത് 4 മീറ്ററാ, ആ അറ്റത്ത് 1.5 മീറ്റർ അവിടെ ഉള്ളോ. ഇവിടെ 4 മീറ്റർ ഡെപ്ത് ഉണ്ട്. ശിവ പുഷ്പ പുഷ്പ എവിടെ? പുഷ്പ ഫ്ലവർ അല്ലടേ, ഫയറടേ, ഫയർ. സുഖവാസ കേന്ദ്രം അല്ലേ? സുഖവാസ കേന്ദ്രം എന്നല്ല കേട്ടോ, അത് വെറുതെ പറഞ്ഞതാ. അടിപൊളി വൈബ് സ്ഥലം, റെക്കമെൻഡഡ് പ്ലേസ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ യൂറോപ്പിലുള്ളവർക്കൊന്നും ഇത് അത്ര എക്സ്പെൻസീവ് അല്ല. ഇവിടെ എത്ര നമ്മൾ 2 ദിവസത്തിന് വേണ്ടിയിട്ട് 270 യൂറോയാണ് പേ ചെയ്തത് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. അത് വിചാരിച്ച് ഞങ്ങൾ റിച്ച് അല്ല, ഞങ്ങൾ പാവപ്പെട്ടവരാണ്, ഗുണ്ടകളല്ല. അതിനെ ഞങ്ങൾ പാവപ്പെട്ടവരാണ്, ഗുണ്ടകളല്ല. വയസ്സ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നുറങ്ങി, സുഖമായിട്ട് കിടന്നുറങ്ങി. എന്നിട്ട് ഈവനിങ് ഇറങ്ങിയേക്കാണ് നമ്മൾ ബീച്ച് സൈഡിലേക്ക് ഇറങ്ങിയത്. De información, ¿qué tiempo te pusiste en medio? എടാ, നമ്മൾ ആ ക്ലിഫിൻ്റെ അവിടേക്ക് പോകണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാട്ടോ. ആ താഴേക്കൂടെ വിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കുറേ സാധനങ്ങളുണ്ടോ. ഇവിടെ അവിടേക്കാണ് പോകേണ്ടത്. മാപ്പിൽ നോക്കി നോക്കാം. കാക്ടസുകൾ അല്ല, വലുത്. ഇതാണ് നമ്മൾ ആ ക്ലിഫിൻ്റെ മേലെ നിന്നാണ് ഇറങ്ങി വന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള പേയ്മെൻറ്റ്സും റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതിൻ്റെ സൈഡിലൊക്കെ അങ്ങനെ. ലാസ് വെഗാസ്. ഞങ്ങൾ ലാസ് വെഗാസിലെത്തി. സിം സിറ്റി. ഞാൻ ഇന്നലെ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ബാർസലോണയിൽ ഇറങ്ങിയിട്ട് നടന്നപ്പോൾ ബാംഗ്ലൂർ പോലെയാന്നൊക്കെ പറഞ്ഞത് ഞാനിപ്പോൾ പിൻവലിക്കുന്നു ഗൈസ്. ഇത് വിഷയ സ്ഥലം. പക്ഷെ ബാർസലോണ കുറച്ച് ബാംഗ്ലൂരിൻ്റെ ഒരു ടച്ച് ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ ഈ സാൻ ഫെലിയോ എന്ന് പറഞ്ഞ സ്ഥലം അടിപൊളിയാണ്. എന്താ പറയുക, ക്ലിഫും ഒരു വേറൊരു വൈബ് സ്ഥലമല്ലേ അതിന്. അതുപോലെ അടിപൊളി, നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. ബാർസലോണയും ക്ലീനൊക്കെ തന്നെയായിരുന്നു, പക്ഷേ ഇവിടെ കുറച്ചുകൂടി അടിപൊളിയാണ്. മൊത്തത്തിൽ പീസ്ഫുള്ളായിട്ട് ടൂറിസ്റ്റിന് വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊക്കെ ഒരു അടിപൊളി സ്ഥലം. അതെ, ബീച്ച്, പക്ക ബീച്ച് ലൈഫ് വേണ്ടവർക്ക് ഇവിടെ സമ്മറിൽ വന്നാൽ ആഘോഷിക്കാം. ഗൈസ്, നമ്മൾ ആക്ച്വലി ഇത് അവിടെ കാണുന്ന ഒരു ക്ലിഫുണ്ട്, അതിൻ്റെ മേലേക്ക് പോകാനാണ് ഇറങ്ങി നമ്മൾ ഒരുവിധ സ്ഥലത്തേക്കൊക്കെ എത്തി. പക്ഷേ അതിൻ്റെ മേലേക്ക് എത്താനുള്ള വഴി നമുക്ക് ആക്ച്വലി അറിയില്ല. അപ്പോൾ നമ്മൾ ചോദിച്ച് പോവാം.
ഗൈസ് നമ്മൾ ക്ലിഫിൻ്റെ വഴി തന്നെയാന്ന് തോന്നുന്നു കണ്ടുപിടിച്ചെന്ന് തോന്നുന്നത്. ഒരു മണ്ണിട്ട വഴിയിലൂടെ നമ്മൾ കയറിയുണ്ട്. ഇതിൻ്റെ മേലേക്ക് എത്താൻ പറ്റിയാൽ മതിയായിരുന്നു. സൈഡിൽ ബീച്ച് തന്നെയാണ്. ഇതിൻ്റെ മേലെ കുറച്ച് രസമുള്ള അടിപൊളി കുറേ മരങ്ങളൊക്കെ ഉണ്ട്. വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ മരങ്ങൾ ഒക്കെ കണ്ടോ, വെറൈറ്റി മരങ്ങളാണ്. നമ്മൾ യൂറോപ്പിൽ കാണൽ കുറവാണ്. ഇവിടെ ഈ കോസ്റ്റൽ ഏരിയാസിൽ കാണുന്ന ടൈപ്പ് കുറേ വെറൈറ്റി മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഗൈസ് നോക്കൂ, ഇതേ അവിടെ നമുക്ക് ഇറങ്ങി പോകാൻ സ്റ്റെപ്പൊക്കെ ഉണ്ട്. അവിടെ ഒരാൾ മീൻ പിടിക്കുന്നു ഗൈസ്. സ്റ്റെപ്പുകൾ കുറേ ഉണ്ട് കേട്ടോ. അപ്പം ആദ്യം നമുക്ക് താഴെ പോയിട്ട് അതിനുശേഷം മേലേക്കും വഴിയുണ്ട് ഗൈസ്. അവിടേക്ക് നമുക്ക് പോവാം, അതുപോലെ താഴേക്കും പോവാം. അല്ല, അടിപൊളിയായിട്ട് സേഫായിട്ട് സെക്യൂറായിട്ടാട്ടോ ഇവർ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ താഴേക്കൊക്കെ വന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഈ ഒരു വ്യൂ നോക്കി ഗൈസ്, കോസ്റ്റ ബ്രേവ അടിപൊളിയല്ലേ? വെള്ളത്തിൻ്റെ ഒക്കെ കളർ ഉണ്ടോ, ബ്ലൂയിഷ്. ഇനി നമുക്ക് മേലെ കയറി അവിടെ എത്തിയിട്ട് അതിൻ്റെ മേലേക്ക് കയറി പോകാൻ പറ്റുമോ നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഈ കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ കയറി വരാൻ കുറച്ച് കഷ്ടപ്പാടാണ്. വലിയ ഉരുളൻ കല്ലോളാണ്, പക്ഷേ ഇവിടെ സേഫാണ് കേട്ടോ. റിസ്കി ബിസിനസ് ഒന്നുമില്ല. പിന്നെ വെള്ളത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ സേഫാണ് ഗൈസ്. അതാ ഗൈസ്, നമ്മളിപ്പോൾ താഴേന്ന് കയറി വന്നു. ഇനിതാ ഇതിൻ്റെ മേലേക്ക് പോവാണ് ഗൈസ്. അതിതാ വഴിയൊക്കെ ഉണ്ട്, അവരൊക്കെ കയറി തുടങ്ങി. ഈ വഴിയൊക്കെ നോക്കി ഫുള്ള് നമ്മുടെ ഈ കുറ്റിച്ചെടികളും കാക്ടസും സംഭവങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയല്ലേ ഈ വഴി? നല്ല രസത്തിൽ കാണാൻ. കയറി കഥയ്ക്കുന്നു. നമുക്ക് ഈ മിറഡോർ പോവാം, വ്യൂ പോയിന്റ്. അവിടേക്ക് ഇതാ 450 മീറ്റർ ഉള്ളൂ ഫസ്റ്റത്തെ വ്യൂ പോയിന്റ്. അവിടെ പോവാം. ഓക്കെ, അവിടെ എവിടെയെങ്കിലും അവിടെ പോവാം. ഈ വ്യൂ പോയിന്റിലേക്കുള്ള വഴി നോക്കി എന്ത് രസമാണ്. ബ്യൂട്ടിയാണ് ഗൈസ്, ബ്യൂട്ടി. നമ്മൾ പിന്നെ ഹൈറ്റിലേക്ക് കയറി എത്തി ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, ഇത് ഇത്രയും ഹൈറ്റിലും വീൽ ചെയറിലുള്ളവർക്കും സൈക്കിളിലുള്ളവർക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് പേയ്മെൻറ്റ് ഇവിടെ സെപ്പറേറ്റ് കോൺക്രീറ്റിൽ ചെയ്തിട്ടുള്ള കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ നോക്കി. വിഷയം വ്യൂ അല്ലേ? അടിപൊളിയല്ലേ ഗൈസ് ഈ വ്യൂ? ഈ ക്ലിഫിൻ്റെ സൈഡിലൊക്കെ ഉണ്ടോ നല്ല ഒരു ക്ലാസിക് പഴയൊരു ടച്ചിൽ എല്ലാ കല്ലൊക്കെ കെട്ടി ഭയങ്കര സേഫായിട്ട് അടിപൊളി പരിപാടിയല്ലേ? രണ്ട് സൈഡിലാണ് കേട്ടോ. അടിപൊളി സ്ഥലം. ഈ വ്യൂ പോയിന്റ് ഒക്കെ ഇത് വിഷയ സ്ഥലം. രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നാലും നമുക്ക് നമ്മുടെ ഹോട്ടൽ കാണാം. ദേ പിന്നെയും 1 3 4 5 എത്ര പ്രാവശ്യം ഹോട്ടൽ കാണിച്ചു. നമ്മുടെ ഹോട്ടലിന്റെ വ്യൂ കാണേണ്ട ആൾക്കാർക്ക് ഇനി അവിടെ തന്നെ എടുത്താൽ പറയാം റൂം. ഗൈസ്, ദിസ് ഈസ് നോട്ട് പെയ്ഡ് പ്രൊമോഷൻ. നമുക്ക് ആ ഹോട്ടൽ അത്ര ഇഷ്ടമായതുകൊണ്ട് കാണിക്കണമെന്നുള്ളൂ.
പിന്നെയും അല്ലേ. അതുപോലെ തന്നെ ഗൈസ് ഇപ്പോൾ നമുക്ക് 7 മണി ആയിട്ടുണ്ട്. 7:30 ആകുമ്പോൾ സൺസെറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് നമുക്ക് സൺസെറ്റും കൂടി പിടിച്ചിട്ട് ഇവിടുന്ന് പിന്നെ പതുക്കെ ഫുഡ് കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോവാം ഗൈസ്. അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ട്രാവൽ ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരിയായിട്ട് വരും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. വഴി നോക്കിയാൽ കുറേ ഉണ്ട്, നമുക്ക് കയറി പോവാൻ. ഇവരുടെ ഫുള്ള് ഒരു ആർക്കിടെക്റ്റ്, ഫുൾ ബിൽഡിങ്സ് ഒക്കെ ഡിഫറെൻ്റ് അല്ലേ. നമ്മുടെ അവിടുത്തെ പോലത്തെ സ്ഥലങ്ങളും ബിൽഡിങ്ങുകളേ അല്ല. താഴേക്ക് ഇറങ്ങി പോകാനുള്ള വേറെ വഴിയുണ്ട്. ഗൈസ് നമ്മൾ ഈ വ്യൂ പോയിന്റിലേക്കും അവിടെ അകലെ ഒരു കപ്പൽ കൊണ്ട് ഗൈസ്, വലിയൊരു ഷിപ്പ്. കുറേ അകലെ കേട്ടോ, കുറേ അകലെന്ന് പറഞ്ഞാൽ കുറേ അകലെ. സൺസെറ്റൊക്കെ കഴിഞ്ഞത് ക്ലിഫിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് നമുക്കൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡൊക്കെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഇവിടെ ഫുള്ള് ഈ ബീച്ച് സൈഡ് ആയതുകൊണ്ട് എല്ലാം സീ ഫുഡാണ്. അതും നമ്മുടെ ഈ ഇവരുടെ സ്പെയിൻകാരുടെ സീ ഫുഡ് നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്ന സീ ഫുഡല്ല. ഇഷ്ടപ്പെടില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സോൾട്ടിനെസ് ഭയങ്കര അധികം. സ്പൈസസ് അവർ ഉപയോഗിക്കില്ലേ, പക്ഷേ ഭയങ്കര സോൾട്ടിനെസ്സാണ് ഇവരുടെ ഇത്. ഇന്നലെ നമ്മൾ കഴിച്ചത് തന്നെ പറഞ്ഞില്ലേ, നമുക്ക് കഴിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ സീ ഫുഡ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം ഗൈസ്. വീടുകളൊക്കെ നോക്കൂ ഗൈസ്. ഈ വീടിന് നമ്മുടെ നാട്ടിലത്തെ ഒരു വീടിൻ്റെ ഒരു ചായ ഉണ്ട് ഇല്ലേ, പുറത്ത് AC ഒക്കെ വെച്ച്. ഈ ഒരു ഷേപ്പ് ഇങ്ങനത്തെ വീടുകൾ കുറച്ച് കാലം മുമ്പ് ഒരു 2000-2005 കാലഘട്ടത്തിലെ വീടുകളുടെ ചായ. കളർഫുള്ളായി ലാസ് വേഗാസ് റോഡുകൾ. അതെ, ഇവിടുന്ന് എന്തെങ്കിലും ഇവിടുത്തെ ഫുഡുകൾ കഴിക്കാൻ ഗൈസ്. കുറക്കെ സ്പാനിഷിൽ എഴുതിയില്ലേ നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഓർഡർ ചെയ്യാം, എന്നിട്ട് വന്ന ഫുഡ് കാണിച്ചു തരാം ഗൈസ്. നമ്മൾ ഫസ്റ്റായിട്ട് 3 കൊറോണ വന്നിട്ടുണ്ട്. ഇവിടുത്തെ നാടൻ ബിയറിനോ ചോദിച്ചപ്പോൾ ഇവിടെ നാടൻ ബിയറൊന്നുമില്ല എന്നാണ് നമ്മുടെ അടുത്ത് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഇൻ്റർനാഷണൽ കൊറോണ കുടിക്കാം. എൻ്റെ വീണില്ലല്ലോ, ഇവിടെ ഒരുമിച്ച് നല്ല തണുത്ത കൊറോണയുണ്ട് ഗൈസ്. പിടിച്ചിട്ട് ടൊമാറ്റോ ബ്രെഡ്. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. എനിക്കൊരു ഹാഫ് ചിക്കൻ ഗ്രിൽഡ് വിത്ത് സാലഡ്, പിന്നെ നമുക്കത് ടൊമാറ്റോ ബ്രെഡ് തന്നത്. നിൻ്റെ പോർക്കല്ലേ? ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും. നമുക്ക് കിട്ടിയ ചിക്കൻ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചിക്കൻ. അതെ, സ്പൈസ് വേണോന്ന് ചോദിച്ചിട്ടും ഈ അവസ്ഥയാണ്. പക്ഷെ ചിക്കനിൽ ഉപ്പ് കുറവാണ്, നിന്റെ ഒരു ഉപ്പ് കുറച്ചധികം ഉണ്ട്. പാവ കുഞ്ഞ ചിക്കനാണ്, നല്ല ടെൻഡറായിട്ട് തൊടുമ്പത്തിന് അലിഞ്ഞു പോണ പോലത്തെ ചിക്കനാ ഇഷ്ടം. അടുത്ത കാടക്കോഴിയുടെ അത്രേ ഉള്ളൂ ഈ ചിക്കൻ, ഫുൾ ചിക്കൻ. നമ്മുടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ബില്ല് വന്നു €66.50. അപ്പോൾ നാട്ടിലത്തെ ഒരു 7,000 രൂപ. അതെ അതെ, ആൽവിൻ്റെ ഫോണിൽ വരിണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങാന്നുണ്ടെങ്കിൽ ഫോൺ മാറ്റിക്കൂടെ മച്ചാനെന്ന് വെച്ചിട്ട് നമ്മൾ ഐഫോൺ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലേ ആൽവിനെ, iPhone 17 അല്ല തന്നെ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. എന്നിട്ട് ഇനിയിപ്പോൾ അടുത്ത ബാർ തപ്പി നടക്കാണ് ഗൈസ്. വേറൊരു ബാർ തപ്പി നടന്നപ്പോൾ ഇവിടുത്തെ മെനു കാർഡ് പിടിച്ചിരിക്കുന്ന ഒരു പ്രതിമയൊരു അമ്മാമനാണ്. നല്ല രസമില്ലേ, വെറൈറ്റി. ഗിറോണ എന്ന നാട്ടിലെ ഒതൻറ്റിക് ബിയർ, ക്രൈഡൻ. ഇതെന്നിട്ടത് സ്ട്രാലിയ അങ്ങനെ എന്താ ബിയറാണ് ഗൈസ്.
ഇതൊക്കെ കുടിച്ചാ നീ? എങ്ങനെയുണ്ട്? ഇഷ്ടേ? വൈസ് ബിയറിന്റെ ടേസ്റ്റ് കളറ് വൈസ് ബിയറിന്റെ കളറല്ല, പക്ഷെ പോരാ. ജർമ്മൻ ബിയർ കമ്പയർ ചെയ്യുന്ന പോരാ വൈസ്. ഈ കുന്നും മലയും താണ്ടി നമ്മൾ റൂമിലോട്ട്. ഓറിയോ കഴിച്ച് ആഘോഷിച്ച് നമ്മൾ നാളെ രാവിലെ ജർമ്മനിയിലെത്തി വിപുലീകരിച്ച് നമ്മൾ ഒക്ടോബർ ഫെസ്റ്റിന് പോയി നമ്മൾ ആഘോഷിക്കുന്നതായിരിക്കും. സിമോ. അപ്പൊ ഗൈസ് ഗുഡ് നൈറ്റ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ രാവിലെ 6 മണി നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ടാക്സി വിളിച്ചിട്ടുണ്ട് എയർപോർട്ടിലേക്ക്. അപ്പോൾ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ്. ജിറോണ എയർപോർട്ടിലെത്തി. ചെക്കിങ് കഴിഞ്ഞു. ബോർഡിങ്ങിന് വേണ്ടിയിട്ടിരിക്കുന്നു ഗൈസ്. പിന്നെ ഫ്ലൈറ്റിൽ കയറി നമുക്ക് തിരിച്ച് ജർമ്മനിയിലേക്ക് പോകാം. ഗൈസ് നമ്മുടെ ഫ്ലൈറ്റ് വന്ന് കിടക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഫ്ലൈറ്റ് കയറി പോവാണ് ഗൈസ്. അഡിയോസ് എസ്പാനിയ. പോവാ. അപ്പോൾ നമുക്ക് സ്പെയിനോട് ബൈ പറഞ്ഞ് തിരിച്ച് ജർമ്മനിലേക്ക് പോകാൻ ഗൈസ്. ചെറിയ ഫ്ലൈറ്റാ. പോവാ, തിരിച്ചു പോവാ. ഇന്ന് നമുക്ക് വിൻഡോ സീറ്റ് കിട്ടി ഗൈസ്. Mis pupilas siga entrando luz del sol. Qué bien que en mi cerebro se produzcan intercambios de información. ¿Qué tiempo te pusiste en medio? വെൽക്കം ബാക്ക് ടു ജർമ്മനി ഗൈസ്. കൊടുത്തടത്തിലേക്ക് നമ്മൾ തിരിച്ചെത്തി ഗൈസ്. നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് സ്പെയിനിൽ പോകുന്ന ടൈമിൽ ഇവിടെ മെമ്മിങ്ങത്തുനിന്നൊരു ഡോണർ മേടിച്ച് വെച്ചിട്ട് അതേ സെയിം അപ്പാപ്പൻ്റെ കടയിൽ വന്ന് ഒരു ഡോണർ കഴിച്ച് നമ്മൾ വീട്ടിൽ പോവാണ് ഗൈസ്. Que por mis nervios corran impulsos que me cuentan que estás en mi habitación, que no te has ido.